കിച്ചണമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നല്ല ചൂടല്ലേ? ഈ ചൂടുകാലത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. വേറൊന്നുമല്ല, ആരോ റൂട്ടാണ്. നമുക്കെല്ലാവർക്കും പരിചിതമാണ് കൂവപ്പൊടി. ഈ കൂവപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്, സിമ്പിളുമാണ്, ടേസ്റ്റിയുമാണ് കേട്ടോ. കൂവപ്പൊടി വെച്ച് നമ്മൾ സാധാരണ പലഹാരങ്ങളും കുറുക്കൊക്കെയാണ് ഉണ്ടാക്കാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജ്യൂസ് പോലെ, ഷേക്ക് പോലെ കുടിക്കാവുന്ന ഒരു ഡ്രിങ്കാക്കി കൊടുക്കുമ്പോൾ ഏത് കുട്ടിയായാലും കുടിക്കും. അതുപോലെ തന്നെ നമുക്കും ഷുഗറുള്ള പേഷ്യൻസിന് മധുരമില്ലാതെ നമുക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാം. വളരെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ എല്ലാ വീടുകളിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കാം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അധികവും ഞാൻ ബയോഗ്രഫീസ് ക്ലാസ്സസൊക്കെയാണ്, എങ്കിലും ഹെൽത്തി റെസിപ്പീസും ഉണ്ട്. ഒരു ടേസ്റ്റി അവൽ മിൽക്കിൻ്റെ റെസിപ്പി ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. തുടങ്ങാം നമുക്ക്. ഇത് 2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി നന്നായിട്ട് ഇളക്കി ചേർത്ത്, കട്ട കെട്ടാണ്ട് അതിങ്ങനെ ഇളക്കി ചേർത്തതിന് ശേഷം വേണം അടുപ്പത്ത് വയ്ക്കാൻ. അടുപ്പത്ത് വെച്ച് കുറുകി വരുന്നത് വരെ, തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ വെച്ചാൽ നന്നായി കുറുകി വരും. അത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കൂവയാണ്. സൺഡേയ്സിലും ഒഴിവുള്ളപ്പോഴൊക്കെ ഇങ്ങനെ തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഷേക്ക് പോലെ നൽകാവുന്നതാണ് കേട്ടോ. ഇനി വേണ്ടത് പാലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശുമ്പാലും എടുക്കാം കേട്ടോ, ഓപ്ഷണലാണ്. പിന്നെ വേണ്ടത് ഏലക്കയാണ്. ഏലക്കയുടെ 2 ഏലക്കയുടെ തരികളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇഷ്ടാനുസരിച്ച്, ചിലർക്ക് അതിൻ്റെ മണം താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഗാർണിഷ് ചെയ്യുമ്പോൾ ചേർക്കേണ്ട കുറച്ച് ഐറ്റം കൂടിയുണ്ട്, അത് നമുക്ക് അവസാനം പറയാം. നമുക്കിനി ഇത് തയ്യാറാക്കാം. ആദ്യം മിക്സിയുടെ ജാറെടുത്ത് വയ്ക്കുക. അതിൽ നമ്മൾ തയ്യാറാക്കി വെച്ച കൂവ ഇട്ട് കൊടുക്കുക. പഞ്ചസാര എത്രയാണോ കുട്ടികൾക്ക് എങ്ങനെയാണ് താല്പര്യം അതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറവ് മധുരമാണ് ഇഷ്ടമെങ്കിൽ കുറവിട്ടാൽ മതി. പിന്നെ നാം തയ്യാറാക്കി വെച്ച നാളികേരപ്പാൽ, അതായത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഏലക്കാത്തരി ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാലൊഴിച്ച് മിക്സ് ചെയ്ത് ലൂസാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം കുറച്ച് ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് തൊലി കളഞ്ഞതാണ്. പിന്നെ ഡയറി മിൽക്കിൻ്റെ ഒരു പീസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനത് ഗാർണിഷ് ചെയ്യുമ്പോഴാണ് മുകളിലിടാണ് ചെയ്തത്. മുകളിൽ നിൽക്കാതെ തന്നെ അത് ഉള്ളിലോട്ട് പോയി അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറിച്ചിടാം. കുട്ടികളുടെ ഹെൽത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ്, അണ്ടിപ്പരിപ്പാണോ, ബദാമാണോ, ഈത്തപ്പഴമാണോ, ഏതാണ് ആവശ്യമെങ്കിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ ചെറിയോ യൂസ് ചെയ്യാം കേട്ടോ. ഏതാണ് യൂസ് ചെയ്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ആരോ റൂട്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ തീരില്ല. ഇതിൽ മുഖ്യമായിട്ട് ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഹൈ പൊട്ടാസ്യം ഉണ്ട്, വൈറ്റമിൻ ബിയുടെ കലവറയാണ്, ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബൂസ്റ്റ് ചെയ്യും, ബ്ലഡ് പ്രഷർ കുറയ്ക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഡ്രിങ്ക്സും അല്ലെങ്കിൽ ഷേക്കൊക്കെ ആക്കി നമുക്ക് കുട്ടികൾക്ക് ഇടയ്ക്ക് കൊടുക്കാം. താങ്ക് യു സോ മച്ച്.